നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ പോയപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ കിട്ടിയ മുതലാണ് കേട്ടോ ഈ കാണുന്നത്. ഞണ്ടിനെ നമുക്ക് ഇന്ന് കിട്ടിയത് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് കോഴിക്കോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മീനെ പിടിക്കാൻ പോയത്. അപ്പോൾ ആ ചൂണ്ടയിൽ കടിച്ചത് ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഞണ്ടിനെ നമ്മൾ കരയിൽ പിടിച്ചിട്ട പാട് തുടങ്ങിയ ഓട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞണ്ടിനെ പിടിച്ച് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഈ പരിചയമില്ലാത്ത ആൾക്കാർ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് കടി കിട്ടുമെന്ന് അറിയണെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു വടിക്കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ആ വടിക്കഷ്ണം ഉപയോഗിച്ചിട്ടാണ് അതിനെ നമ്മളിന്ന് പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ നല്ല ഓട്ടമാണ് കേട്ടോ ഓടുന്നത്. അത് പേടിച്ചിട്ടാണ് അത് ഓടുന്നത്. അതിനെ പേടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത് കേട്ടോ. അവസാനം ആ ഷൂ ഇട്ടതിനെ കൊണ്ട് അതിനെ ബാക്ക് ഭാഗം ചവിട്ടി പിടിച്ചിട്ട് നമ്മളതിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ നമ്മളതിനെ പിടിച്ചിട്ടുണ്ട്. ഇതിന് പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇറക്കങ്കാലിൻ്റെ അടിയിലുള്ളൊരു കാല് നഷ്ടമായിട്ടുണ്ട് കേട്ടോ അതിന്. ഇതൊരു ആൺഞണ്ടാണിത് നമുക്ക് കിട്ടിയത് കേട്ടോ. കണ്ടിത് ആൺഞണ്ടാണ്. എന്നിട്ടും അത് ആ വടിക്കഷ്ണം അത് പിടിച്ചിട്ടുണ്ട്. ഇറുക്കി ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ വിരലാണെങ്കിൽ ഇതേമാതിരി തന്നെ അത് നമ്മൾ ഇറുക്കിയും കണ്ടിട്ട് അത് പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞണ്ടിനെ പിടിച്ച് പരിയില്ലാത്ത ആൾക്കാരൊന്നും ഒറ്റയടിക്ക് അതിനെ പിടിക്കാൻ ശ്രമിക്കരുത്. നമ്മളതിനെ പിടിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടിട്ടും അത് ആ വടിക്കഷ്ണം ഇറക്കി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ ജാതക്കൊക്കെ കൊടി പിടിച്ച് നിൽക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി കേട്ടോ. ഒരു ലൈക്കും തന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പിടിച്ച ഞണ്ട്.